ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, അതായത് കേരളത്തിൽ, ഇന്ന് ടൂറിസത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ സ്റ്റേറ്റിൽ, അവിടെ 190 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റിലേക്കും ആ എസ്റ്റേറ്റിലെ ബംഗ്ലാവിനെ കുറിച്ച് അറിയുന്നതിനൊക്കെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ പേര് അനിൽ മാത്യു. ഈ എസ്റ്റേറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇതിൻ്റെ മനോഹാരിത, അതായത് വളരെ വ്യക്തമായി ചിട്ടയായിട്ട് പാകപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഇതിൻ്റെ ഒരു പ്ലാന്റേഷൻ മെത്തേഡാണ്. ഏകദേശം 2500 തേക്ക് മരങ്ങൾ ഈ ഒരു എസ്റ്റേറ്റിന് അകത്തുണ്ട്. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ക്ലൈമറ്റാണ്, അതായത് ഇളം ചൂട്, ഇളം തണുപ്പൊക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ ഒരു ക്ലൈമറ്റാണ്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് ഫീൽ ചെയ്യുള്ളൂ. ഈ എസ്റ്റേറ്റിലെ ഏകദേശം 24,000-ലധികം കവുങ്ങ് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം നല്ല വിളവ് ലഭിക്കുന്ന കവുങ്ങ്. എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ട് പോകുന്നവരും വളരെ മനോഹരമായിട്ട് ഈ റോഡ് വെട്ടിയൊരുക്കിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു അരുവിയുണ്ട്. ഇതിൽ കൂടെ എപ്പോഴും നമുക്ക് നനയ്ക്കുന്നതിനുള്ള വെള്ളം കിട്ടും. പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 14,000-ൽ കൂടുതലായിട്ട് കൊക്കോ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യുൽപാദന വിളവ് ലഭിക്കുന്ന പ്ലാന്റേഷനാണ് ചെയ്തിരിക്കുന്നത്. ഈ എസ്റ്റേറ്റ് കംപ്ലീറ്റ് എല്ലാം പൈപ്പ് ലൈൻ ബന്ധപ്പെടുത്തി, എല്ലാം നനയ്ക്കാൻ സൗകര്യപ്പെടുത്തി, എല്ലാം അതിൻ്റെതായ ഏറ്റവും ആധുനിക കൃഷി രീതിയിൽ തയ്യാർ ചെയ്തിരിക്കുന്ന ഒരു എസ്റ്റേറ്റാണ്. ഈ എസ്റ്റേറ്റ് ഏകദേശം 2 ഭാഗവും ഏകദേശം നല്ല നിരപ്പായ ഭൂമിയാണ്. ഈ തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ കൂടി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാറുണ്ട്. നല്ല വെള്ളമാണ്. ഏത് വേനലിലും ഈ പറഞ്ഞ ആറിൽ നിന്നും വെള്ളം കിട്ടും. അതുപോലെ ഇതിൻ്റെ അകത്തോടെയുള്ള റോഡുകൾ, ഇതെല്ലാം തന്നെ റോഡിൻ്റെ 2 സൈഡിലുമാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഫ്ലോട്ടുകളായിട്ട് ഇതിൻ്റെ അകത്ത് വഴികളുണ്ട്. എല്ലാം വണ്ടി പോകുന്ന വഴികളാണ്. ഈ എസ്റ്റേറ്റിൽ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്ത് റിസോർട്ട്, അതുപോലെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ പലതരത്തിലുള്ള, അല്ലെങ്കിൽ പാർക്കുകൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള പ്രോജക്റ്റുകൾ വേണമെങ്കിലും കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലാണ് ഈ എസ്റ്റേറ്റ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മറ്റൊന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരു വലിയ ബംഗ്ലാവ്, അതും കംപ്ലീറ്റ് തേക്ക് കൊണ്ട് ഒരു കൊളോണിയൽ ടച്ചിൽ പണി തീർത്തിരിക്കുന്ന ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഇതിൻ്റെ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നവിടെയാണ് ഇതിൻ്റെ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ആ ബംഗ്ലാവിൽ നിന്ന് നോക്കുവാണെങ്കിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, നല്ല തണുത്ത കാറ്റടിക്കുന്ന, ഇതാണ് ഇതിൻ്റെ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ബംഗ്ലാവിലേക്ക് കയറുന്ന ഈ സ്ഥലത്ത് ഇതിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. 2 വശവും നല്ല കായ്ഫലമുള്ള മാവുകളുണ്ട്. ഈ ബംഗ്ലാവിൻ്റെ 4 വശങ്ങളും ഫ്രണ്ടേജായിട്ട് തോന്നും. കാരണം എവിടെ നിന്ന് നോക്കിയാലും ഇതിൻ്റെ വ്യൂ ആണ്. അത്ര മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ബംഗ്ലാവിൻ്റെ ലുക്കാണ്. ആര് വന്നാലും താമസിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ബംഗ്ലാവ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഏകദേശം ഇപ്പോൾ ഈ
വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗങ്ങൾ പെയിൻറ്റിങ്ങിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത്. കാരണം ഇതിപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ബംഗ്ലാവിൻ്റെ നോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററിനൊക്കെ ആയിട്ട് മറ്റൊരു ബംഗ്ലാവുണ്ട്. ഏകദേശം ഒരു 2500 പരമുള്ള ഒരു ചെറിയ ബംഗ്ലാവുണ്ട്. ഈ ബംഗ്ലാവ് ഏകദേശം 5000-ൻ്റെ മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള ഒരു ബംഗ്ലാവാണ്. അതുപോലെ തന്നെ ഈ എസ്റ്റേറ്റിൽ നിന്നും ഇറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും മറ്റൊരു ഉയരം കൂടിയ മറ്റൊരു വ്യൂ പോയിൻറ്റിലേക്കാണ്. അവിടെ റബ്ബർ മരങ്ങൾ വീണ്ടും പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു റിസോർട്ട് പർപ്പസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റേറ്റിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ പലതും ഇതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ ഘടന. നിരന്ന ഭൂമിയാണ് ഉള്ളത്. എത്ര മനോഹരമാണ് ഇതിൻ്റെ 2 സൈഡിലും ഇതിൻ്റെ തേക്ക് മരങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തേക്കുള്ള ഒരു യാത്രയാണിത്. ഏറ്റവും ഉയരത്തിലേക്കുള്ള ഭാഗം. ഇവിടെയൊക്കെ പുതിയ തൈകൾ നട്ടു കഴിഞ്ഞു. ഇതിൻ്റെ വ്യൂ പോയിൻ്റാണ്. ചുറ്റിലും മലനിരകൾ.